السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا. പ്രിയമുള്ള സ്നേഹിതന്മാരെ, നമ്മളിവിടെ സമ്മേളിച്ചു കൂടിയത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ചതായ ഈ മാസത്തിനെ കൊണ്ടാടലാണ്. ആ ദിവസം 12 ഫജ്ർ സാദിക്ക് ഇങ്ങോട്ട് ഉദിക്കണ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചത്. അതിൻ്റെ പേരിൽ പകൽ തന്നെ കുറേ ഏറ്റി തന്നു. പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഏതാ പകല് സൂര്യൻ അസ്തമിച്ചോടെ മുതൽക്ക് സൂര്യൻ ഉദിക്കണ വരെ, സൂര്യൻ ഉദിച്ചോടെ മുതൽക്ക് അസ്തമിക്കണ വരെ പകൽ എന്നാണ് പഴയ കാലത്തൊക്കെ ആളുകളൊക്കെ പറഞ്ഞിന്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ ശേഷം അങ്ങനെയല്ല വരില്ല. സൂര്യൻ ഉദിച്ചോടെ മുതൽക്കാണ് പകല്. എന്നല്ല ഇപ്പം നമ്മൾ പറഞ്ഞത്. നമ്മളെന്താ പറഞ്ഞത്? ഫജ്ർ സാദിക്ക് ഒളിവായിരുന്നു. ഫജ്ർ സാദിക്ക് ഒളിവായ സുബൈൻ്റെ ഒത്ത് കിടന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച് ഇനി രാവ് ഇരുട്ട് വേണ്ട, പകലായിപ്പോയി. അങ്ങനെ ഒരു നേട്ടം കൂടി ഇവിടെ പ്രകൃതി സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഒരു മാറ്റം വെച്ച് റസൂലുള്ളാഹിനെ കൊണ്ട്. പഴയ കാലത്ത് ഹുക്കമാവ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഏതാണ് പകല്? സൂര്യൻ ഉദിച്ചോടെ മുതൽക്ക് അസ്തമിക്കണവരെ പകല് എന്നാണ്. അങ്ങനെയൊക്കെ പറയൽ. ശംസിനെ പറ്റി അങ്ങനെ പറയാം. അങ്ങനെയൊക്കെ കുട്ടികൾ പറയലുണ്ട് പഴയ കാലത്ത്. അതൊക്കെ ഹുക്കമാവ് അന്നത്തെ ആളുകൾ അങ്ങനെ പറയാം. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ച് അപ്പം മുതൽക്ക് ഇനിവിടെ രാവ് ആക്കിയാൻ പാടില്ല, പകലായിപ്പോയി. അന്ത ശംസുൻ അന്ത കമറുൻ അന്ത നൂറും ഫൗക നൂർ അന്ത ഇക്സീറും വഗാരി അന്ത മിസ്ബാഹു സുദൂർ. നബി സല്ലല്ലാഹു തങ്ങളെ പറ്റി ഇക്സീർ എന്നാണ്. ഇക്സീർ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളൊക്കെ ശുദ്ധി ചെയ്യുന്ന ഒരു സാധനമാണ്. ഇരുമ്പിനൊക്കെ കരകളഞ്ഞ് സ്വർണം പോലെയാക്കും, ചെമ്പിനൊക്കെ കരകളഞ്ഞ് സ്വർണം പോലെയാക്കും. അങ്ങനത്തെ ഒരു വസ്തുവാണ് ഇക്സീർ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മനുഷ്യനെയുള്ള ദുസ്വഭാവത്തിനെ നീക്കി സൽസ്വഭാവിയാക്കി. ഒരു തീവ്രവാദിയാണെങ്കിൽ അവനെ ഒരു നല്ല വാദിയാക്കി നബി സല്ലല്ലാഹു. നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ തീവ്രവാദമില്ല. തീവ്രവാദത്തിന് അറബിയിൽ പറയൽ എന്താണ്? അത് തഅസ്സുബ്. അതില്ല. നമ്മളെ ദീനിലുള്ള തസല്ലുബ്, ഉറപ്പ്. സത്യം സത്യമായിട്ട് കാണണം, അത് ഉറപ്പിച്ച് പറയണം എന്ന്. ഇത് രണ്ടും തമ്മിൽ അറബിയിൽ വ്യത്യാസമുണ്ട്. ചോദിച്ചു നോക്കി വലമാക്കന്മാരൊക്കെ ഇവിടെ ഇരിക്കണേ. തഅസ്സുബ് അത് നമുക്കില്ല. തഅസ്സുബ് ആ വളഞ്ഞ തീവ്രവാദം അതില്ല നമുക്ക്. തസല്ലുബ്, ഉറപ്പിച്ച് തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങനെ ആടിങ്ങോടിക്കുക, അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഉറപ്പിച്ച് പറയും.
ഉറപ്പുള്ളതേ എടുക്കാവൂ, ഉറപ്പില്ലാത്തെടുക്കും വേണ്ട. അപ്പം തീവ്രവാദം ഹബീബായ നബി ആർക്കും പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ ശേഷം പണ്ഡിതന്മാരോട് പഠിപ്പിക്കണമില്ല. അത് നമുക്കില്ല. നമ്മൾക്കുള്ളത് ഏതാണ്? ആ സത്യം, തസല്ലുബോ, ഉറപ്പ്, നല്ല ഉറപ്പുള്ള എടുക്കുക. ഇന്ന് തന്നെ മാലവും ബിഹിമിൻ ഇൽമിന്നില്ലെത്തി തന്നെ. അവർക്ക് അറിവില്ല, അവർ തോന്നിയത് ഇങ്ങനെ പറയാൻ അത് പാടില്ലല്ലോ. ഇന്ന ബാധ തന്നെ ചില ഭാവനകൾ കുറ്റമാവും. തോന്നിയതൊക്കെ പറയുക അത് പറ്റില്ല. അത് നമ്മൾക്ക് ഉറപ്പ് എന്നുള്ളതാണ് എന്നല്ലാതെ ആരെങ്കിലും മനസ്സിലാക്കേണ്ട അവരൊരു തീവ്രവാദികളാണ്. നമ്മൾ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ കൂട്ടക്കാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചര്യയും സഹാബത്താവുന്ന ജമാഅത്തിൻ്റെ ആ പിന്തുണയുമാണ് നമുക്കുള്ളത്. ആ സഹാബത്ത് വലിയ മഹാന്മാരാണ്. സഹാബത്തിനെ പറ്റി തള്ളി പറയാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെട്ടവർ എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല റളിയല്ലാഹു പറഞ്ഞ കൂട്ടക്കാരാ സഹാബത്ത്. അല്ലാഹു തആല റളിയല്ലാഹു ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത ശജറത്തി താബിഊന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ മുഹാജിരീങ്ങളെ പറ്റിയും പിന്നെ അൻസാരിക്കാരെ പറ്റിയും അപ്പോൾ അല്ലാഹു തആല റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പൊരുത്തപ്പെട്ട കൂട്ടരാണ്. അപ്പോൾ സഹാബത്തിനെ പറ്റി നമ്മൾ സംശയം വെക്കുകയാണെങ്കിൽ അള്ളാഹിനെ പറ്റി സംശയമായില്ലേ. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പൊരുത്തപ്പെട്ട കൂട്ടരാണ്. ഇത് അസ്ഹാബി കന്നജും വബി അയ്യയും യക്തദൈത്തും. ആ സഹാബത്ത് ആരും സത്യത്തിൻ്റെ മേലിലാണ് എന്ന് ഹബീബായന്. പിന്നെ അതുമല്ല, നമ്മുടെ ദീനിൻ്റെ മരട് അവർ മുഖേനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ദീന് നമ്മളെ കൊണ്ടെത്തുന്നത്. അപ്പോൾ സഹാബത്തിനെ പറ്റി സംശയം വെക്കുകയാണെങ്കിൽ നമ്മളെ ദീനിനെ പറ്റി നമുക്ക് ഒരുറപ്പില്ല, ഇങ്ങനാവും. അതിൻ്റെ പേരിൽ സഹാബത്ത് മുഴുവനും നല്ല കൂട്ടർ, ആ നല്ല കൂട്ടക്കാരെ പിൻപറ്റിയ കൂട്ടർ നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പറഞ്ഞ കൂട്ടർ. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞത് നല്ല കൂട്ടരാണ്. ആ മഹാനായ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു, അശ്ശരി ഗോത്രക്കാരിൽപ്പെട്ട ഒരു മഹാനായ സഹാബിയാണ്. അശ്ശരിക്കാരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏരി കൂടി ഇങ്ങനെ ഫജ്ർ നേരത്തെ നബി സല്ലല്ലാഹു നടന്നു പോകുമ്പോൾ അവനിങ്ങനെ ഖുർആൻ ഓതും. അപ്പോൾ എന്താണ്, അപ്പോൾ ദാവൂദ് നബിൻ്റെ മസാമീർ കൊടുക്കപ്പെട്ടിരിക്കുന്നു ഇവർക്ക്. ദാവൂദ് നബിക്ക് നല്ല ശബ്ദ, സബൂർ ഇങ്ങനെ ഓതുകയാണെങ്കിൽ തമന്നിയ ദാവൂദ് സബൂറ അലാ റിസ്ലി. ആ ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ ഇങ്ങനെ സാവധാനത്തിൽ ഓതിന് എന്ന മാതിരിയുള്ള ഓത്ത് കൊടുക്കപ്പെട്ട കൂട്ടരറിഞ്ഞ മദീച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ? അശ്ശരിയാൾ. ആ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ 8ാമത്തെ പേരമകനാണ് ആര്? മഹാനായ അബുൽ ഹസനുൽ അശ്ശരി. ആ അബുൽ ഹസനുൽ അശ്ശരി അവർ പിന്നെ അവരെ വാപ്പ ചെറുപ്പത്തിൽ വഫാത്തായി പോയി. അങ്ങനെ അവരെ ഉമ്മാനെ പിന്നെ ജുബ്ബായി എന്ന ഒരു പണ്ഡിതൻ, അയാൾ ഒരു മറ്റേ പണ്ഡിതനായിരുന്നു. അദിലി വ തൗഹീദ് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ എത്തിസാലിൻ്റെ ഒരാളായിരുന്നു ജുബ്ബായി. അയാൾ കെട്ടി ഇയാളമ്മാനെ. പിന്നെ അയാളെ തെർബിയത്തിലാണ് മഹാനായ അബുൽ ഹസൻ അശ്ശരി വളർന്നത്. അങ്ങനെ അദ്ദേഹം കുറേ 40 വയസ്സൊക്കെ കഴിഞ്ഞ് പ്രായമായപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സ്വപ്നം കണ്ട്. റമദാനിൽ ഒരിക്കൽ കണ്ട്. അത് പറഞ്ഞ് ഇതിൻ്റെ സുന്നത്തിനെ ഹയാത്താക്കണം. പിന്നെയും കണ്ട് സുന്നത്തിനെ ഹയാത്താക്കണം. 3 പ്രാവശ്യം
ഈ റമദാനിൽ ഹബീബായ നബിനെ സ്വപ്നം കണ്ട് അപ്പൊക്കെ സുന്നത്തിനെ അയ്യാത്താക്കണം. അപ്പം അദ്ദേഹം പിന്നെ ചിന്തിച്ച് എന്താണ് ഇപ്പം എൻ്റെ അടുത്ത് സുന്നത്തിൻ്റെ എതിർ പാകക്കേടുള്ളത് എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അപ്പം മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തിൻ്റെ എതിര് ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു തആലാക്ക് സിഫാത്ത് ഇല്ല, സിഫത്ത് ദാത്തിൻ്റെ അതിന് തന്നെ സിഫാത്തില്ല. അല്ലാഹു തആലാക്ക് എന്താണ് ഖുദറത്ത്, ഇറാദത്ത്, സമ്, ബസർ പോലത്തെ സിഫാത്ത് ദാത്തിൻ്റെ അതിന് ദാത്തിനുള്ള സിഫാത്തില്ല. അത് റസൂല് പഠിപ്പിച്ചതിൻ്റെ എതിരാണല്ലോ, സുന്നത്തിൻ്റെ എതിരാണ്. അപ്പം സിഫാത്തുണ്ട് എന്നത് തിരഞ്ഞെടുത്ത് അങ്ങനെ അബുൽ ഹസനുൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹു 50 അഖീദ എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിച്ചുണ്ടാക്കി 50 അഖീദ. ആ 50 അഖീദയിൽ അല്ലാഹു തആലാക്ക് വാജിബായ സിഫാത്ത് 20 സിഫാത്ത് എന്നും അള്ളാഹ്ക്ക് പാടില്ലാത്ത സിഫാത്ത് മുസ്തഹീലായ സിഫാത്ത് 20, പിന്നെ ജായിസായ സിഫത്ത് 1. അമ്പിയാക്കന്മാർക്ക് വാജിബായ സിഫാത്ത് 4, മുസ്തഹീലായ സിഫാത്ത് 4, ജായിസായ സിഫത്ത് 1. ഇങ്ങനെ 50 അഖീദയായി രചിച്ചു ഒരു മഹാനായ അബുൽ ഹസനുൽ അശ്ശരി. അതിൻ്റെ കിതാബ് ഒക്കെ ചെറിയ ചെറിയ കിതാബ് ചെറുപ്പത്തിൽ നമുക്ക് പോയി തന്നെ കിഫായത്തുൽ അവാം എന്ന് പറഞ്ഞ കിതാബിലൊക്കെ അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി എന്ന് അങ്ങനെ 50 അഖീദ പറഞ്ഞ കിതാബുകൾ, പിന്നെ വലിയ വലിയ കിതാബുകളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ അശ്ശരി ഇമാം ഉണ്ടാക്കിയെന്നല്ല അതിനെ പറ്റി പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനെ പെറുക്കിയെടുത്ത് ഇവർ രചിച്ചതാണ് ഈ 50 അഖീദ. അത് പഠിപ്പിക്കൽ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ശേഷം അതുപോലൊരു പണ്ഡിതൻ അക്കാലത്ത് തന്നെ അബൂ മൻസൂറുൽ മാതുരീദി എന്ന് പറഞ്ഞൊരു മഹാനും ഇറങ്ങി. അദ്ദേഹം ഇതേ നിലയ്ക്ക് രചനം, ഇവർ ചില്ലറ വിഷയങ്ങളിൽ അവർ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും അവർ 2 കൂട്ടക്കാരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞ കൂട്ടക്കാർ. ആ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ് ഇപ്പം നമ്മൾ സമസ്ത എന്ന് പറഞ്ഞ കൂട്ടക്കാർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകൾ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും ഈ അശ്ശരി മാതുരീദി അഖീദ. ആ അഖീദകളാണ്. അത് പേച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തികൾ 73 കക്ഷിയാവും. അതിന് ഒക്കെ നരകത്തിലാ ഒന്നൊഴിച്ച് ഇല്ലാ വായുധ ഒന്നൊഴിച്ച്. അതേതാ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ അസ്ഹാബും ആയ ആ കക്ഷിയല്ലാത്തൊക്കെ നരകത്തിലാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങൾ പഠിപ്പിച്ച ആ അഖീദ പഠിപ്പിക്കുകയാണ്. നമ്മൾ തീവ്രവാദം പഠിപ്പിക്കല്ല. റസൂല് ഒന്ന് സത്യം എന്ന് പറഞ്ഞാൽ ആ ഒന്നിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിനോട് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നല്ലവരാണെന്നല്ലാതെ നമ്മളൊരു പേര് അറിഞ്ഞിട്ടൊരു കൂട്ടക്കാരെ പേപ്പിക്കണമെന്നില്ല. ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഒരു തീവ്രവാദത്തിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യമോ അത് നമ്മളെ ഉസ്താദന്മാരാരും പഠിപ്പിക്കണില്ല, ആർക്കും പഠിപ്പിക്കണില്ല. ഉസ്താദന്മാർ പണ്ട് ചെറുപ്പത്തിൽ ഈ എൻ്റെ ഉസ്താദിൻ്റെ ഉണ്ണിക്കുട്ടിയിൽ പാപ്പാന്ന് പറയും, ആ പഴയ കിതാബൊക്കെ ഓതി തന്നെ ആളേന്. അത് നോമ്പ് കണ്ട് ഈ നമ്മുടെ ഹബീബായ നബിൻ്റെ മാസം കണ്ട് വന്നാൽ അപ്പം മൗലൂദിന് അതിന് പകരമായിട്ട് മൗലൂദ് ഓതും. പിന്നെ അവർക്കൊരു ബെയ്ത്തുണ്ട്, അതിങ്ങനെ ചൊല്ലിയിട്ട് സായിബുൽ ബുറാഖി വറഫറഫിൽ ഇലാ റസൂലുള്ളാഹ് സലവാത്തുൻ തഹിയ്യാത്തുൻ അലൈഹിസ്സലാം. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി മതി ഇങ്ങനെ പാടി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളായിരുന്നു. മൗലൂദൊക്കെ ഓതുകയാണെങ്കിൽ ഈ ആക്രമൊക്കെ ചൊല്ലിയിട്ട് മൗലൂദ് ഓതും. അങ്ങനത്തെ വലിയൊരു മഹാനായിരുന്നു ഉണ്ണിക്കുട്ടിയിലൊരു പാപ്പ പറഞ്ഞു. അവർ കുട്ടികളൊക്കെ നന്നാക്കി, കുട്ടികളൊരു കുറ്റം ചെയ്യാൻ അയക്കൂല, അത്ര കൃത്യത്തിൽ വളർത്തും. അങ്ങനത്തെ ഒരു മഹാനായിരുന്നു. അവരൊക്കെ ഈ പഠിപ്പിക്കണ അന്ന് മുതൽക്ക് തന്നെ പഠിപ്പിക്കണ സുന്നത്ത് ജമാഅത്താണ്.
അതിന് വ്യത്യാസമില്ല. അതാണിപ്പോൾ സമസ്ത എന്ന് പറഞ്ഞ കൂട്ടക്കാരിപ്പോൾ കൊണ്ടുനടക്കുന്നത് ഈ സുന്നത്ത് ജമാഅത്താണ്. അത് ഹദീസിലും ആയത്തിലും ഒക്കെ ഉള്ളതാണ് എന്നല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കിയ 1, 2, 3 ആൾ കൂടിങ്ങാണ്ട് ഉണ്ടാക്കിയ ഒരു തീവ്രവാദമല്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം. തീവ്രവാദം ഉണ്ടാക്കിയാണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക, ജനങ്ങളെ തല്ലിക്കുക, ആ വിഷയം ആരും ചെയ്യരുത് എന്ന വിഷയത്തിൽ ഞങ്ങളെല്ലാവരും ഇത്തിഫാക്കാണ്. അത് അതിൽ രണ്ടഭിപ്രായമില്ല. ഇവിടെ ഇരിക്കണ ഈ മൗലിയന്മാരും ഇവിടെ ഇരിക്കണ ഈ പ്രവർത്തകരും എല്ലാവരും ആ വിഷയത്തിൽ ഇത്തിഫാക്ക, രണ്ടഭിപ്രായമില്ല. തീവ്രവാദം ഉണ്ടാക്കാൻ പാടില്ല, നമ്മളെ നാട്ടിലുണ്ടാക്കണില്ല, എവിടെ ഉണ്ടാക്കാൻ പാടില്ല. ഒരു നല്ല ആളുകൾ നല്ലത് പറയാം, നല്ലത് ആരോടും പറയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും നല്ലത് പറയില്ലായിരുന്നു റസൂലുള്ളാഹി. അത് സ്നേഹിതനോ അല്ലേ നോക്കലില്ല, അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ബാക്കി. ഒരിക്കൽ മക്കത്ത് ഒരാൾ വന്നിട്ടൊരു കുതിര വിറ്റു. നല്ല കുതിരയായിരുന്നു. അപ്പോൾ അത് വാങ്ങിയാൽ ആ മക്കത്തെ കാരണവർ അബുൽ ഹക്കം എന്നൊരു പേര് വിളിച്ചിങ്ങനെ അബൂജാഹിൽ എന്നായിരിക്കണം പിന്നെ പേര്. അയാൾ വാങ്ങി പൈസ കൊടുത്തില്ല, ഈ പോകുമ്പോൾ തരണ്ട. അങ്ങനെ ഇയാൾ ചോദിക്കുമ്പോഴൊക്കെ പോകുമ്പോൾ തരണ്ട എന്ന് ഇയാളങ്ങനെ ചീപ്പാക്കി. അപ്പോൾ ഇയാൾ ഇടുങ്ങാറായി. അപ്പോൾ ആരോട് പറഞ്ഞാലും അയാളോട് ഞാൻ ചോദിക്കില്ല, അയാൾ ഇവിടുത്തെ ഈ വാദിയിലെ സയ്യിദാണ്, നേതാവ്, ഞങ്ങൾ ചോദിക്കില്ല ആരും. പിന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി ഞാൻ ഹർമയ്ക്ക് പുറപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചങ്ങായി ഒന്ന് കോതി അയാളോട് ചോദിച്ചു നോക്കുക, അയാൾ ചോദിച്ചോളുന്നു. റസൂലുള്ളാഹിനോട് ചൂണ്ടിക്കാട്ടി കൊടുത്തു, അയാളോട് ഈ പറയും, അയാൾ വൈകുണ്ടാക്കി തരും. അപ്പോൾ അബൂജഹലിനോട് പറയില്ല എന്നപ്പോൾ ഇയാൾ മനസ്സിലാക്കി പറഞ്ഞ ആൾ കളിയാക്കുകയാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളോട് ഇയാൾ പറഞ്ഞു, എനിക്ക് അയാൾ കുതിരൻ്റെ കയ്യിലാണ്. ശരിക്കും റസൂലുള്ളാഹി അയാളെടുത്ത് പോയിട്ട് അയാളെ ഹക്ക് വീട്ടണം. അപ്പോൾ റസൂലുള്ളാഹി അള്ളാഹിനെ കാണണം, മദ്ലൂമിനെ സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അയാൾ ആക്രമിക്കപ്പെട്ട ആളായപ്പോൾ അയാളെ സഹായിക്കണം. അപ്പോൾ റസൂലുള്ളാഹിക്ക് അതേ ഓർമ്മയുള്ളൂ, മദ്ലൂമിനെ സഹായിക്കണം എന്ന് ഹക്കല്ലാതെ ഇതാരോടാ ചോദിക്കണേ എന്ന് റസൂൽ നോക്കണില്ല. അപ്പോൾ അയാളോട് പറഞ്ഞ് ഇയാളെ ഹക്ക് കൊടുക്കുക. ഞാൻ കൊടുക്കാന്നല്ല, കൊടുക്കിയാൾക്ക് നാട്ടിൽ പോകാൻ നേരം പോയി. അങ്ങനെ കൊടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏവരോടും കാര്യം പറയാൻ ഒരു ത്രാണിത്തല്ല, ഒരു മഹാൻ, അല്ലാഹു തആല വലിപ്പം കൊടുത്ത മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വലിപ്പം ആർക്കും ചെറുതാക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീ ചെയ്ത മാതിരി അല്ലാഹു തആല റസൂലുള്ളാഹിനെ മദീ ചെയ്ത മാതിരി ഒരാൾ മദീ മാ യന്തിഖു അനിൽ ഹവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടീച്ചൻ്റെ സംസാരം ഉണ്ടാവില്ല. ഇൻ വഇല്ലാ വഹ്യുൻ യൂഹാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കണമൊക്കെ വഹിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞത്. റസൂലുള്ളാഹിനെ ആര് ആക്ഷേപിച്ച് പറഞ്ഞാലും അല്ലാഹു തആല അതിന് മറുപടി അറിയാനുള്ള അതിന്. റസൂലുള്ളാഹിൻ്റെ ഇളയ കുട്ടി വഫാത്തായി പോയി, ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി. അവർ ചങ്ങായി പറഞ്ഞ അബുത്തറാണ്, മോനെ പിൻഗാമികളൊന്നുമില്ല, അബുത്തറായി പോയി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, തങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ഇന്ന ഷാനിയൊക്കെ വല്ല അബ്തർ, തങ്ങളെ കുറ്റം പറയുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ഓനാണ് അബ്തർ. ഫസല്ലി റബ്ബിക വൻഹർ, തങ്ങൾ അള്ളാഹ്ക്ക് നിസ്കരിച്ചോടി, അള്ളാഹ്ക്ക് ബലിയർത്തോളി. ഓന് മറുപടി അറിയാൻ പോണ്ട, ഞാൻ പറഞ്ഞോളാന്ന് അല്ലാഹു തആല. എന്നിട്ട് അല്ലാഹു തആല ഓനാണ് അബ്തർ. അപ്പം അങ്ങനെ റസൂലുള്ളാഹി ചെറുതാക്കി ആര് പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു തആല മറുപടി പറയും. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? നമ്മളൊരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒന്നും റസൂലുള്ളാഹിനെ ചെറുതാക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞനുസരിച്ച് ഒരാൾ നടക്കുകയാണെങ്കിൽ അവൻ വലുതാവും. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഒരിക്കൽ സ്വർഗത്തിൽ റസൂലുള്ളാഹിൻ്റെ മുന്നിലൊരാൾ കരുണ ചെരുപ്പിട്ട് അങ്ങനെ നടന്നു പോകണം. നോക്കുമ്പോൾ ബിലാലാ. നേരം പകുത്താറ് ചോദിച്ചു, എന്താണ് ബിലാൽ നിങ്ങൾക്ക് ഇത്ര വലിയ മർത്തപ്പെട്ടാൻ കാരണം? അത് ഒന്നുമല്ല, ഞാൻ റസൂൽ എനിക്ക് പഠിപ്പിച്ചല്ലോ,
ഒതുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കണം. അത് ഞാൻ ഒഴിവാക്കലില്ല. ഒതുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കും. അതാ പണി. വമൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമഹുല്ലാഹു മാ ലം യഅലം. മർത്തബ ഉയരുകയാണ്. അപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വലിയ മർത്തബ കിട്ടി. അത് അപ്പോൾ ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്താൽ പിന്നെ ഒരു മൻ തഅല്ലമ ഇൽമൻ വഅമില ബിഹി അല്ലമഹുല്ലാഹു മാ ലം യഅലം. പിന്നെ അറിയാത്തത് പഠിപ്പിച്ചു കൊടുക്കുക. ഇൽമുൽ മൗഹിബ എന്നാണ്. അങ്ങനെ ഒരു ഇൽമുണ്ട്, ഇൽമുൽ മൗഹിബ. പഠിച്ചതുകൊണ്ട് അമൽ ചെയ്താൽ അല്ലാഹു തആല വശാരമായി കൊടുക്കുന്ന ഒരു അറിവ് ഇൽമുൽ മൗഹിബത്ത്, അതിൻ്റെ അവകാശിയാവും. അതുകൊണ്ട് നമ്മൾ വല്ലതും പഠിച്ചാൽ അതുപോലെ അമൽ ചെയ്യണം എന്നും കൂടി ഹബീബായ നബിൻ്റെ ഈ സഭയിൽ വെച്ചിട്ട് ഞാൻ പറയാണ്. എന്നോടടക്കം, നിങ്ങളോട് മാത്രമെന്നല്ല, നമ്മളെല്ലാം പഠിച്ചത് നമ്മളെ കഴിവനുസരിച്ച് അമൽ ചെയ്യുക. മഅ്മൂറാത്ത് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കഴിവനുസരിച്ചൊക്കെ എടുക്കുക. വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും എടുക്കാതിരിക്കുക. അത് പറ്റും ഒഴിവാക്കണം. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം. സുന്നത്തായ കാര്യങ്ങൾ നമ്മളെ കൈപോലെ എടുക്കുക. അസ്സായിമുൽ മുത്തസവ്വിയു അമീറു നഫ്സി ഇൻഷാ അസാം വ ഇൻഷാ അഫ്തർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, സുന്നത്ത് നോക്കുന്ന ആൾ ഓൻ്റെ ശരീരത്തിൻ്റെ കഴിവനുസരിച്ച് ചെയ്യുക. ക്ഷീണിച്ചാൽ മുറിച്ചോ അല്ലെങ്കിൽ പൂർത്തിയാക്കിക്കോ. സുന്നത്ത് നോമ്പിന് അത്രയും നിർബന്ധം പൂർത്തിയാക്കണം നിർബന്ധമില്ല. നിർബന്ധം വാജിബായ കാര്യങ്ങൾ ചെയ്യൽ നിർബന്ധമാണ്. അത് ഒഴിവാക്കാൻ പാടില്ല. സുന്നത്ത് കൈപോലെ എടുക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. സുന്നത്തും നിഷേധിക്കാൻ പാടില്ല. അതെന്ത് സുന്നത്ത് എന്ന് പറയാൻ പറ്റില്ല. അത് കഴിവനുസരിച്ച് എടുക്കണം, നിലനിർത്തണം. സുന്നത്ത് ദീനപ്പെട്ടതാണ്, അത് നിലനിർത്തണം. ഒരാൾ താടി എന്ത് ചെയ്യുക, വെക്കണില്ല നിൽക്കുക, എന്നാലും എന്ത് താടി എന്ന് പറയാൻ പാടില്ല. അത് റോമല്ല എന്ന് പറഞ്ഞാൽ പോരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീശ വെട്ടണം. മീശ ഇങ്ങനെ ചുണ്ടുമ്പൊക്കെ ഇറങ്ങി നിൽക്കാൻ പാടില്ല മീശ. അവ കുടിക്കുമ്പോൾ ആ വെള്ളത്തിലൊക്കെ മീശ ആയാൽ അതൊരർപ്പ. ഓനെന്നെ പിന്നെ കുടിക്കാനും ഓൻ കുടിച്ച ബാക്കി മറ്റാൾ കുടിക്കാനും ഒക്കെ അർപ്പയിക്കാരം മീശ നീട്ടിയത്. മീശ നീട്ടേണ്ട, താടി നീട്ടിക്കോടി റസൂൽ പറഞ്ഞെന്നാ. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പോൾ സുന്നത്ത് കഴിവനുസരിച്ചൊക്കെ എടുക്കുക. നിർബന്ധമായ കാര്യങ്ങൾ അത് തീർച്ചയായും എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ. റസൂലുള്ളാഹിൻ്റെ മഹബത്ത് നമുക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഇവരൊക്കെ പറയാണ്ട് നഈമിൻ്റെ സംസാരമുണ്ട്. ഇവിടെ അസമോലിയർ ഇരിക്കുന്നുണ്ട്. അസമോലിയർ എന്തെങ്കിലും പറയുമോ എനിക്കറിയില്ല. ഒരു എന്തെങ്കിലും പറയട്ടെ. പേരുള്ള ആളാണ്, ഒരു വലിയ മുദരിസാണ്. ഒരുപാട് ശിഷ്യന്മാർ, വയനാട്ടിൽ ഒരുപാട് ശിഷ്യന്മാരുള്ള വലിയ മഹാനാണ്. അസമോലിയരുണ്ട്, വലിയ ആളുകളുണ്ട്. ഞാൻ പോവുകയാണ്. എനിക്ക് സമ്മതം തന്നാണ്. എനിക്ക് ഇനി വയസ്സായി. ഇനി നിങ്ങൾ എല്ലാം പാടെ വലിയ പേര് എന്ത് റയീസുലമ എന്നൊക്കെ വെറുതെ പേരിട്ട തലണ്ട് എനിക്ക് എന്നല്ലാതെ വേറൊന്നുമില്ല. ഉലമാവിൻ്റെ തലയല്ല, എൻ്റെ തലേനെ എൻ്റെ അടുത്തുള്ളൂ. അല്ലാഹു തആല നമ്മളൊക്കെ നല്ലവരാക്കി തരട്ടെ. വലിപ്പം ഇങ്ങനെ ഓതി പറഞ്ഞുകൊണ്ടൊന്നും അത് വലിപ്പം തന്നെങ്കിലേ വലിപ്പം ഉണ്ടാവുള്ളൂ. കുറേ പാടി പറഞ്ഞ് അതുകൊണ്ടൊന്നും വലിപ്പം ഉണ്ടാവില്ല. ആ പോയത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ നമ്മളെ പറ്റി നമുക്കല്ലേ ഏറ്ററിയാം, പിന്നുള്ളവർക്കല്ലല്ലോ. മറ്റുള്ളവർക്കുള്ളതിനേക്കാൾ നമ്മളെ ശരീരത്തിനെ പറ്റി ഒരാൾ വലുതാക്കി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഞാൻ എവിടെ നിൽക്കണേ. അവരിങ്ങനെ ഓല് നല്ലത് തന്നെ ചെയ്യണേ. ഒരാളെ പറ്റി കുറ്റം പറഞ്ഞില്ല, നല്ലത് പറയാം. അതവരെ കഴിവാണ്, അതവർക്ക് അള്ള കൊടുത്ത നന്മയാണ്. അത് പറഞ്ഞോട്ടെ. പക്ഷേ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മളെന്താണെന്നുള്ളത് നമ്മൾക്കെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നിനും പറ്റാത്തൊരു ഭാവിയാണ്. ഞാനൊരു കഴിവും ഇവിടെ ഈ ലോകത്ത് ഒരു നന്മയും ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലാഹു തആല ഒക്കെ സ്വീകരിക്കട്ടെ. വല്ലതും ചെയ്തിക്കണമെങ്കിൽ സ്വീകരിക്കട്ടെ. തിരുമേനി തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ഈമാൻ സലാമത്തായി മരിക്കാൻ എല്ലാവരും ദ്വാരക്കി. നമ്മളിവിടെ കൂടിയ മാതിരി ഹബീബായ നബിൻ്റെ ഹദറത്തിൽ സ്വർഗത്തിൽ അത് നമ്മളെ കൂട്ടിത്തരട്ടെ. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് നമുക്ക് ഏറ്റിത്തരട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.